ഹലോ തൂത്തി. അതെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ essere വെർബിൻ്റെ കോമൺ വെർബുകൾ നമ്മൾ കുറച്ച് കണ്ടു. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും നമ്മൾ കണ്ടു ഇല്ലേ? അപ്പം അത് കണ്ടവർ ഇത് കാണാൻ മറക്കരുത്, ഇത് കാണണം. കാരണം ഇത് രണ്ടും താരതമ്യപ്പെടുത്തുമ്പോഴാണ് നമുക്ക് വെർബുകൾ ഈ വെർബ് ഒരു വെർബ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം ഇത് എസ്സരയിലാണ് പെടുന്നത്, അവേരയിലാണ് പെടുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായിട്ട് ക്ലിയറായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അവേരെ കോമൺ വെർബുകളെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അവേരെ എന്താണെന്ന് ഞാൻ പറഞ്ഞത് മറന്നാ? അവേരെ എന്താ? ടു ഹാവ് മീൻസ് ഉള്ളത്, ഉണ്ട്. എൻ്റെ പൊസഷൻ, എനിക്കുള്ളത്, എനിക്കുണ്ട്, എല്ലാ കാര്യങ്ങളും എനിക്ക് എന്തൊക്കെയുണ്ട് അതൊക്കെയാണ് എൻ്റെ പൊസഷൻ. അതാണ് അവേരെ വെർബ് പ്രതിനിധാനം ചെയ്യുന്നത്. അവേരെ വെർബ് പറയുന്നത് ഉണ്ട്, എനിക്ക് എന്തെല്ലാം ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ അവേരെ വെർബ് ഫിസിക്കൽ ആക്ടിവിറ്റീസിനെയും കാണിക്കും. ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, നമ്മുടെ ആക്ടിവിറ്റികൾ, ചെയ്യുന്ന ആക്ടിവിറ്റികളൊക്കെ ആ വെർബുകളൊക്കെ അവേരയിലാണ് പെടുന്നത്. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് അവേരെ വെർബിൻ്റെ കുറച്ച് വെർബ് ഫോമുകൾ നോക്കാം. ഓക്കെ, ലെജരെ എന്ന് പറഞ്ഞാൽ ലെത്തോ. ലെജരെ എന്ന് പറഞ്ഞാൽ ടു റീഡ്. അപ്പോൾ ലെത്തോ അതെന്താണ്? ടു ലെത്തോ എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ലെജരെ വെർബിൻ്റെ. ലെത്തോ വായിച്ചു. ഫാരെ എന്താണ്? ഫാരെ എന്ന് പറഞ്ഞാൽ ടു ഡു. അപ്പോൾ ഫാരെ ചെയ്യുക. അപ്പോൾ ഫാത്തോ ചെയ്തു. അത് കേട്ടിട്ടുണ്ടോ കുറേ പേര് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വെർബാണ് സ്ക്രീവരെ. എന്താണ്? സ്ക്രീവരെ. അതിൻ്റെ അർത്ഥം എന്താണ്? ടു റൈറ്റ്, എഴുതുക. ഞാൻ കാണിച്ചപ്പോൾ മനസ്സിലായിട്ടോ, എഴുതുക. അപ്പോൾ അതെങ്ങനെയാണ്? സ്ക്രീത്തോ. അവേരയിലൊരു പ്രത്യേകത എന്താ? ഏത് വെർബും നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആക്കി വെക്കുമ്പോൾ അത് അതേപടി വയ്ക്കാം. എങ്ങനെ? നമ്മൾ സബ്ജക്റ്റിനെ നോക്കേണ്ട പരിപാടി അവേരയിൽ വരുന്നില്ല. എന്തുകൊണ്ടാണ്? അവേരെ എന്ന വെർബിൽ ഡയറക്റ്റ് ഓബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പം ലെജരെ അല്ലേ? അപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തു. അതെന്ത്? ഇപ്പം ഞാൻ പറയും ഓ ലെത്തോ ഉൻ ലീബ്രോ. മനസ്സിലായ? ഓ ലെത്തോ ഉൻ ലീബ്രോ. അപ്പോൾ ദാറ്റ് മീൻസ് ലീബ്രോ ഓബ്ജക്റ്റ്. അപ്പോൾ ഓബ്ജക്റ്റിൻ്റെ മേലുള്ള പ്രവൃത്തിയാണ് അവേരയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ ആ സബ്ജക്റ്റിന് നോക്കണ പരിപാടിയില്ല, നേരിട്ട് ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അങ്ങനെ വയ്ക്കും. ഇനി കൊമ്പ്രാത്തോ. അപ്പോൾ നമ്മൾ കൊമ്പ്രാത്തോ കൊമ്പ്രാത്തോ un കിലോ ദി മേലെ. 1 കിലോ ആപ്പിൾ ഞാൻ വാങ്ങിച്ചു അല്ലേ? അപ്പോൾ കൊമ്പ്രാത്തി നോ കൊമ്പ്രാത്തോ. ഓക്കെ, അവിടെ അങ്ങോട്ട് അവസാനിച്ചു. അതുപോലെ തന്നെ വെന്തരെ, ദാറ്റ് മീൻസ് വിൽക്കുക. വെന്തൂത്തോ വിറ്റു. അപ്പോൾ അതിൻ്റെ സെൻറ്റൻസ് നമ്മൾ പറയുകയാണെങ്കിൽ വെറുതെ സിമ്പിളായിട്ട് ഓ വെന്തൂത്തോ ഊന മാക്കിന. ഒരു കാറ് ഞാൻ വിറ്റു. മനസ്സിലായ? അപ്പോൾ അവിടെ വെന്തൂത്തോ, ഞാൻ പെണ്ണല്ലേ, വെന്തൂത്താണല്ലോ. നോ, അവേരയിൽ അങ്ങനെ പരിപാടിയേ ഇല്ല. അതിൽ ഒബ്ജക്റ്റ് വരുന്നുണ്ട്. ഏതാണ് വിറ്റത്? കാറ്. മനസ്സിലായ? അപ്പോൾ ഓ വെന്തൂത്തോ ഊന മാക്കിന. ഓക്കെ, ഓ എന്ന് പറഞ്ഞാൽ ഇയോ കേട്ടാ. ഓ അണ്ടർസ്റ്റുഡാണ് ഇയോ. ഓക്കെ, ഓ എന്ന് പറയുന്നത് ഓക്സിലറി വെർബ് കേട്ടാ. ഇയോ ഓ വെന്തൂത്തോ എന്ന് പറയാം. അതാണ് നല്ലത്. ഇനി ഓ വെന്തൂത്തോ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് വെന്തൂത്തോ. കൊമ്പ്രാരെ ഞാൻ പറഞ്ഞില്ലേ, ലെജരെ, സ്ക്രീവരെ, ഫാരെ. ഇനി അടുത്ത വെർബ് ത്രൊവാരെ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, കണ്ടെത്തുക. ത്രൊവാരെ കണ്ടെത്തുക. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ത്രൊവാത്തോ. ത്രൊവാത്തോ. എന്താണ് ത്രൊവാരെ ചെയ്തത്? ത്രൊവാത്തോ ലാ മിയ ബോർസ. എൻ്റെ ബാഗ് ഞാൻ കണ്ടെത്തി. അങ്ങനെ പതുക്കെ സെൻറ്റൻസുകൾ നമ്മൾ ക്രിയാര ചെയ്യുക, ശരിയായ രീതിയിൽ കേട്ടോ. അപ്പോൾ നമ്മളെന്താ ഓ ത്രൊവാത്തോ ലാ മാക്കിന.
Ho trovato la mia penna, പേന കണ്ടെത്തി, le chiavi കണ്ടെത്തി. ഓക്കെ, ഇതാണ് അവരെ വെർബിലുള്ള വെർബുകൾ. അപ്പോൾ കുറച്ച് വെർബുകൾ ഞാൻ പറഞ്ഞു, അതുപോലെ കപ്പീരെ, കപ്പീത്തോ, പിന്നെന്താ അസ്കൊൾത്താരെ കേൾക്കുക, അസ്കൊൾത്താത്തോ കേട്ടു, അതാണ് ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇപ്പം ഇനിയുണ്ട് കുറേ, കേതരെ കേസ്തോ, capito? Cambiato? Chiedere, chiesto, dormire, dormire എന്താ ഇത്, dormire, dormito, dormire എന്ന് പറഞ്ഞാൽ ഉറങ്ങുക, dormito ഉറങ്ങി. വാക്കിന് എന്ത് രസമല്ലേ, dormito ഉറങ്ങി. പിന്നെ അതുപോലെ ricevere എന്ന് പറഞ്ഞാൽ റിസീവ്, ടു റിസീവ് സ്വീകരിക്കുക. ricevere പാസ്റ്റ് പാർട്ടിസിപ്പിൾ എങ്ങനെയാണ്, ricevuto. മനസ്സിലായ? ഇതാണ് അവരെ വെർബിലെ ഫോമുകൾ, കോമൺ വെർബുകളും അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബുകളും. മനസ്സിലായ? ഇത് രണ്ടും വെച്ച് ആദ്യം പഠിച്ചിട്ട് അത് വിട്ടിട്ട് ഇനി ഇത് കളഞ്ഞിട്ട് വേറെ പോയി നോക്കരുത്. ഓർഡറായിട്ട് നിങ്ങൾ പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും കിട്ടാം. മനസ്സിലായ? സ്വല്പമെങ്കിലും കിട്ടണമെങ്കിൽ ഇങ്ങനെ ഓർഡറായിട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഓക്കെ, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോകൾ അതേ സമയം കിട്ടും. ഓക്കെ, ci vediamo in next video. Dio ti benedica. Ciao.